ആയുർ പ്രകാശ് വൈദ്യശാലയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഓട്ടിസത്തിനെ കുറിച്ചാണ്. ഇപ്പം നമ്മുടെ വീടുകളിൽ ഒരുപാട് വീടുകളിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾ, ബുദ്ധിക്കുറവുള്ള കുട്ടികൾ പഠിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല, അവർക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല. ബ്രെയിനിലേക്കുള്ള ബുദ്ധിയുടെ വികസനത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മരുന്നാണിത്. ഇവിടെ നമ്മൾക്ക് അങ്ങനെ ചികിത്സകളുണ്ട്. ഓട്ടിസം ബാധിച്ച പിള്ളേർക്ക് ആയുർ പ്രകാശ് വൈദ്യശാല ഒല്ലൂർ തൃശ്ശൂർ എന്ന് പറഞ്ഞ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയുർ പ്രകാശ് വൈദ്യശാലയുടെ വെബ്സൈറ്റ് ലഭിക്കും. അപ്പോൾ അതിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ചികിത്സകളുടെ കാര്യങ്ങളെല്ലാം കൊണ്ട് ഇവിടെ ചികിത്സയുണ്ട്. ഇനി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കാം. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക്, ഇനി ബുദ്ധിക്കുറവുള്ള കുട്ടികൾക്കൊക്കെ തന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളാദ്യം തന്നെ കുറച്ച് ബ്രഹ്മി ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക. ഒരു 50 ഗ്രാമത്തോളം ബ്രഹ്മി ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക. അതുപോലെ തന്നെ മുയൽച്ചെവി ഒരു 15 ഗ്രാം ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക. അതുപോലെ തന്നെ ഒരു 5 ഗ്രാം പൂവാങ്കുരുന്നൽ നീര് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക. നല്ല വള്ളിക്കുമ്പളങ്ങ, മുകളിലുണ്ടാവുന്ന കുമ്പളങ്ങ കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ നീര് അല്പം മിക്സിയിലിട്ടടിച്ച് ചേർക്കുക. ഈ നീരെല്ലാവരും കൂടി ഒന്നിച്ച് ചേർക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അല്പം വയമ്പ് അധികം മാത്രയിലെടുത്ത് ഛർദിയും കാര്യങ്ങളൊക്കെ വരും. അല്പം വയമ്പ് അതിലേക്ക് ഇടാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട വേറൊരു സാധനങ്ങളുണ്ട്. കുറച്ച് കോലരക്ക് കോല് നീക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കോലരക്ക് പൊടിച്ചിടാം. പിന്നെ നമുക്ക് താമര നല്ല വൃത്തിയായിട്ടുള്ള മരുന്നൊക്കെ അടിക്കാത്ത താമരപ്പൂവ്, താമര ഉള്ളിലെ കാണ്ടവും ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം അതും നല്ല വൃത്തിയാക്കി വെയിലത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച് ചേർക്കാം. എന്നിട്ട് അല്പം വെള്ളം ചേർത്ത് നല്ലവണ്ണം പതുക്കെ തിളപ്പിച്ചെടുക്കാം. കഷായ രൂപത്തിൽ നല്ല രീതിയിൽ തിളപ്പിച്ച് ഇത്തിരി കൂടുതൽ വെള്ളം വെച്ചോ, കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ച് അതേ രീതിയിൽ തന്നെ ആക്കി ഇതെടുക്കാം. എന്നിട്ട് നല്ലവണ്ണം അരിച്ചെടുക്കുക. ഇതിൻ്റെ നീരുകളാണ് എടുത്തെങ്കിലും ചിലപ്പോൾ കരടുകളൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. ആദ്യം ഇട്ട മരുന്നുകളുടെ കട്ടൊക്കെ ഒന്ന് ഇളകാനാണ് ഇങ്ങനെ ചെയ്യണം. അരിച്ചെടുത്തതിന് ശേഷം ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തേനുണ്ടെങ്കിൽ, നല്ല ശുദ്ധമായ തേനുണ്ടെങ്കിൽ ആ തേൻ ചേർത്ത് ഇത് മിക്സ് ചെയ്തിട്ട് ഈ കുട്ടികൾക്ക് 1/2 ടീസ്പൂൺ വീതം കൊടുക്കുക. ഇനി വേറൊരു കാര്യം കൂടി ചെയ്യാം. നിങ്ങൾക്ക് തേൻ കിട്ടിയില്ല, ഇപ്പോഴത്തെ കാലത്ത് തേനൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്, നല്ല തേനൊന്നും കിട്ടാനില്ല. അപ്പോൾ വളരെയധികം അന്വേഷിച്ചെങ്കിൽ മാത്രമാണ് നമുക്കിത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു വേറൊരു പരിപാടി കൂടി ചെയ്യാം. ഇത് തിളപ്പിച്ച് അത് പതുക്കെ ഒന്ന് വറ്റിച്ചതിന് ശേഷം അതിലേക്ക് നറുനെയ്യ് ആഡ് ചെയ്തതിന് ശേഷം തിളപ്പിച്ച് ആ വെള്ളം പൊട്ടിക്കളഞ്ഞ് കൃതപാകത്തിനായിട്ട് എടുക്കുക. എന്നിട്ട് കുട്ടികൾ ഊണ് കഴിക്കുമ്പോൾ അതിലേക്ക് ചോറിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവർ ചായ കുടിക്കുമ്പോൾ പാൽ കുടിക്കുമ്പോൾ പാലിൽ കൊടുക്കുക. ഈ ചായ കൊടുക്കണമെങ്കിൽ ചായയിലേക്ക് ചേർത്ത് കൊടുക്കുക. പക്ഷേ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഈ മരുന്നുകളൊന്നും കഴിക്കുമ്പോൾ തന്നെ മത്സ്യമാംസാദികളോ ഇറച്ചിയുടെ കൂടെയോ ദൈവത്തോർത്തത് കൊടുക്കരുത്. അതുപോലെ തന്നെ പഥ്യമുണ്ട്. ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ കുട്ടികൾക്ക് വെജിറ്റേറിയൻ ആയിരിക്കണം പരമാവധി കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 3 മാസം 4 മാസം കൊടുത്തിട്ട് നല്ല റിസൾട്ടാണ്. അപ്പോൾ ഞാൻ ഈ 3 മാസം 4 മാസം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു 10 ദിവസം 15 ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഒരിക്കലും നല്ലൊരു മാറ്റങ്ങൾ വന്നോളൂ. അപ്പോൾ ഇതങ്ങനെ ചേർത്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത്രയും നാൾ നമുക്കൊരു 3 മാസം കൊടുക്കണമെങ്കിൽ നെയ്യിലാണ് ചേർക്കണമെങ്കിൽ കൊടുക്കുക. തേനിലാണെന്നുണ്ടെങ്കിൽ അധികം കൊടുക്കാൻ പറ്റില്ല. നറുനെയ്യിൽ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും ഇങ്ങനെ അസ്വസ്ഥതയുള്ള കുടുംബക്കാരെല്ലാവരും ചെയ്യുക. പ്രത്യേകമായി പഥ്യങ്ങൾ നോക്കുക. എല്ലാ പഥ്യങ്ങളും നോക്കിയതിന് ശേഷം ചെയ്യുക. ഇതിങ്ങനെ കൊടുത്തു ഓർത്ത് കുഴപ്പമില്ല. നെയ്യൊക്കെ മേടിക്കുമ്പോൾ നല്ല നെയ്യൊക്കെ നോക്കി മേടിക്കണം. അപ്പോൾ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്തട്ടെ, എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ, എല്ലാവർക്കും ആശ്വാസവും ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഒരു ഗുണമാവട്ടെ. നന്ദി, നമസ്കാരം.